ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ ഹെയർസ് വേൾഡ്. അപ്പോൾ ഇതൊരു വീഡിയോ ഈ ഒരു ഹെയർ പെൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫാൻസി ഷോപ്പിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു മോഡലായിരുന്നു. കണ്ടപാടെ എനിക്ക് നന്നായി അത് ഇഷ്ടമാവുകയും ചെയ്തു. അപ്പോഴാണ് ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ടാ. അതേപടി വീട്ടിൽ വന്നിട്ട് ഞാൻ അത് ഉണ്ടാക്കി നോക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സെയിലാക്കിയിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഈ ഒരു 5 mm ഗിയർ വെയർ വേണം. അപ്പോൾ ഞാനിത് ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു മെറ്റൽ ഹെയർ ബാൻഡ് കേട്ടോ. ഈ ഒരു മെറ്റൽ ഹെയർ ബാൻഡ് ബ്ലാക്കാണ് എനിക്ക് കുറച്ചുകൂടി ഭംഗി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനതുകൊണ്ട് ബ്ലാക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ 10 mm അതുപോലെ തന്നെ 6 mm വൈറ്റ് പേളും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമുക്കതിനാവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സും നമുക്ക് വേണം. അപ്പോൾ ഞാനിതാ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഞാനിതാ ഈ ഒരു ഗിയർ വെയർ ഇതാ 1/2 മീറ്റർ എടുത്തിട്ട് ഇതിങ്ങനെ രണ്ടായി മടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമുക്ക് ആ ഒരു ഹെയർ ബാൻഡിൻ്റെ എവിടെയാണോ നമുക്ക് ആ ഒരു സെൻറ്ററിലായിട്ടുള്ള ഒരു ഡിസൈൻ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയായിട്ട് ഇതുപോലെ ആ ഗിയർ വെയർ ഇങ്ങനെ ചുറ്റിയെടുക്കാൻ എന്നിട്ടാണ് വേണ്ടത്. അങ്ങനെ ഞാനിതാ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. ശേഷം ഇതാ ഒരു ഗിയർ വെയറിലോട് കൂടി നമ്മളിതാ ഈ ഒരു 10 mm ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 10 mm ബീഡ്സ് ഇതിലേക്ക് ഒരു ബീഡ്സ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ സെൻട്രലായിട്ട് ആ ഒരു വലിയ ബീഡ്സ് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ആ ഒരു ബീഡ്സിൻ്റെ അടിയിലേക്ക് കൂടി ഇതുപോലെ ഇങ്ങനെ ഒരു 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. ചുറ്റിയെടുത്തതിന് ശേഷം ഞാനിതാ ഈ ഒരു ഗിയർ വെയറിലോട്ട് നമ്മൾ ബാക്കിയുള്ള ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓഫ് വൈറ്റ് ബീഡ്സും അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സും മിക്സായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓരോന്നായിട്ടും ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഫ്ലവർ ടൈപ്പിൽ ഇങ്ങനെ ചുറ്റിയതിന് ശേഷം അതിൻ്റെ ആ ഒരു ഓപ്പോസിറ്റുള്ള ബീഡ്സിലൂടെ നമ്മൾ ഗിയർ വെയർ കടത്തിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു താഴ്ഭാഗത്തായിട്ട് ആ ഒരു മെറ്റൽ ഹെയർ ബാൻഡിലോട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാന്നിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ടൈറ്റ് തന്നെ അവിടെ നിന്നോളും. 2 ഗിയർ വെയറും നമുക്കിതാ ഈ ഒരു സൈഡിലേക്ക് തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. ശേഷം നമ്മളിനി ഇത് ഓരോരോ ഗിയർ വെയറിലെ കൂടിയും ബീഡ്സ് ഇട്ട് കൊടുക്കാന്നിട്ടാണ് വേണ്ടത്. ഒരു ഗിയർ വെയറിൽ കൂടി ഞാനിതാ ഈ ഓരോരോ ബീഡ്സ് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് ബീഡ്സും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഇടയ്ക്ക് ക്രിസ്റ്റൽ ബീഡ്സും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഒരു നല്ല തിളക്കമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടാവും നമ്മുടെ ഹെയർ ബാൻഡ് കാണാനായിട്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു റൗണ്ട് പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് പിന്നി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ മറ്റേ സൈഡിലുള്ള ആ ഒരു ഗിയർ വെയറിലെ കൂടി നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതുപോലെ ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു ഫ്ലവർ ടൈപ്പിലൊന്ന് പിരിച്ചെടുക്കാൻ എന്നിട്ടാണ് വേണ്ടത്. അപ്പോൾ 2 സൈഡിലും നമ്മൾ ഇത് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഇത് വീണ്ടും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം ഡിസൈനിൽ തന്നെ 2 ഫ്ലവർ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് 4 ഫ്ലവർ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം വരുന്ന ആ ഒരു ഗിയർ വെയറിലോട്ട് നമുക്ക് ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുക്കാന്നിട്ട് വേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ 2 സൈഡും നമ്മൾ ഇത് ചെയ്യാം. അപ്പോൾ ആ ഒരു 2 ഗിയർ വെയറിലും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാന്നിട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 1/2 മീറ്ററോളം വലിപ്പത്തിൽ 1/2 മീറ്റർ വലിപ്പത്തിൽ ഗിയർ വെയർ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം നല്ല ടൈറ്റ് തന്നെ ചുറ്റിയെടുക്കാൻ നോക്കാം. ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഫ്ലവർ ടൈപ്പിൽ ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ 2 സൈഡിലും നമ്മൾ ഈ ഒരു ഒറ്റ ഗിയർ വെയർ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കാം. ഇതുപോലെ ഇങ്ങനെ ഫ്ലവർ ടൈപ്പിൽ നമ്മൾ ചുറ്റിയതിന് ശേഷം നമ്മൾ ആ ഒരു ഗിയർ വെയർ തന്നെ ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കതുപോലെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് അവിടെയും ഒരു ഫ്ലവർ പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഡിസൈനിൽ തന്നെ നമുക്ക് 4 ഫ്ലവർ വരുന്ന രീതിയിൽ ഇവിടെ ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സെയിം ഡിസൈൻ ആയതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് തന്നെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു എൻഡിലായിട്ട് ഓരോരോ ബീഡ്സ് വീതം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് കളയാന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതാ അത്ര പെട്ടെന്ന് തന്നെ ഈ ഒരു ഇത്രയും ഭംഗിയുള്ള ഒരു ഹെയർ ബാൻഡ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഹെയർ ബാൻഡിലോട്ട് ഡയറക്റ്റായിട്ട് തന്നെ ഈ ഒരു ഗിയർ വെയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു 100 രൂപ വരെയൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിന് 85 രൂപയാണ് കേട്ടോ വാങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.